അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫൈസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 6/2/2026 വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ എന്ന ശീർഷകത്തിൽ ഇസ്ലാമിലെ നിർബന്ധ സക്കാത്തിനെ കുറിച്ചാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സക്കാ വല്ലദീനഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, എൻ്റെ കാരുണ്യം സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നു. എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, സക്കാത്ത് നൽകുന്നവർക്ക്, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് നാം അത് നൽകുക തന്നെ ചെയ്യും. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഇബാദത്ത്, അള്ളാഹുവിലേക്ക് നാം അടുക്കാൻ റബ്ബ് നമ്മുടെ മേലിൽ നിർബന്ധമാക്കിയ ഒരു ഘടകം, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഒരാളുടെ ഇസ്ലാം പൂർത്തിയായി എന്നതിൻ്റെ തെളിവായി കണക്കാക്കപ്പെടുന്നത്, അതാണ് നമ്മുടെ നിർബന്ധമായ സക്കാത്ത്. തിരുനബി പറയുന്നു, മിൻ തമാമി ഇസ്ലാമിക്കും അൻ തുഅദ്ദു സക്കാത്ത അംവാലിക്കും. നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തിയായി നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിനോട് ചേർന്നാണ് ആ സക്കാത്തിനെ അല്ലാഹു തആല പറയുന്നത്. ഖുർആനിൽ 28 സ്ഥലങ്ങളിലാണ് സക്കാത്ത് പരാമർശിക്കുന്നത്. അതിൻ്റെ ഗൗരവം, അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ആ ശിക്ഷ, അതിനെക്കുറിച്ചൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞത്. വഅഖീമുസ്സലാത്ത വആത്തുസ് സക്കാ. ഒരാൾ ഈമാൻ സത്യസന്ധമായവനാണ് എന്നതിന് സക്കാത്ത് സാക്ഷിയാണ്. അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. നിശ്ചയം സത്യവിശ്വാസികൾ വിജയികളായി. ആരാണ് സത്യവിശ്വാസികളിൽ? നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, സക്കാത്ത് കൃത്യമായി കൊടുത്തുവിട്ടുന്നവർ, റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹു എനിക്ക് അതിന് കൂലി തരും എന്ന ആ രൂപത്തിൽ സക്കാത്ത് കൊടുത്തുക്കുന്നവന് ഈമാനിൻ്റെ രുചി അറിയാൻ സാധിക്കുമെന്ന് ഹദീസിൽ കാണാം. സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് തഅമ തഅമൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾക്ക് ഈമാനിൻ്റെ രുചി ലഭിച്ചു. അതിലൊന്ന് എണ്ണി, വഅത്ത സക്കാത്ത മാലിഹി ത്വയ്യിബത്തൻ ബിഹാ നഫ്സുഹു. നല്ല മനസ്സോടുകൂടെ അവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്തവന് ഈമാനിൻ്റെ രുചി അറിയാൻ കഴിയും. നാം നമ്മുടെ സമ്പത്തിനെ വളർത്തുകയാണ് സക്കാത്തിലൂടെ. നമ്മുടെ മനസ്സിനെ പിശുക്കിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കുകയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം. താങ്കൾ അവരിൽ നിന്ന് അവരുടെ സമ്പത്തിൻ്റെ സക്കാത്ത് സ്വീകരിക്കുക, അത് മുഖേന അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് കാവലും സംരക്ഷണവുമാണ് സക്കാത്ത്. റിസ്ഖ് വിശാലമാകാൻ അത് കാരണമാകും. തന്ന അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ എന്നും നിലനിൽക്കാൻ സക്കാത്ത് അത് ആവശ്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നാം കേൾക്കണം, മൻ അദ്ദാ സക്കാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറു. ഒരാൾ അയാളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ അവൻ്റെ എല്ലാ ഷെറുകളും അത് മുഖേന നീങ്ങിപ്പോകും. സമൂഹത്തിൽ അത് കാരുണ്യവും സ്നേഹവും വളർത്തുകയാണ്, പരസ്പരം ചേർത്തു പിടിക്കുകയാണ്, ഹൃദയങ്ങളെ അടുപ്പിക്കുകയാണ്. ഹദീസിൽ കാണാം, തുഖ്രിജു സക്കാത്ത മിൻ മാലിക് ഫഇന്നഹാ തുഹ്റത്തുൻ തുതഹിറുക വതസിലു അഖ്രിബാഅക വതഅരിഫു ഹഖ്ഖ സാഇലി വൽ ജാരി വൽ മിസ്കീൻ. സക്കാത്ത് നിന്റെ സമ്പത്തിൻ്റെത് നീ കൊടുക്കുക, അത് നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്, നിന്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതാണ്, മറ്റുള്ളവരുടെ, സാധുക്കളുടെ, അയൽപക്കക്കാരുടെയൊക്കെ അവകാശങ്ങൾ നീ അറിഞ്ഞ് ചെയ്യുകയും ചെയ്യുകയാണ്. സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്ത് കുറഞ്ഞു പോകുന്നതിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. മാ നഖസത്ത് സദഖത്തുൻ മിൻ മാലിൻ.
നിർബന്ധ സക്കാത്ത് നിങ്ങളുടെ സമ്പാദ്യത്തെ ചുരുക്കിക്കളയുകയില്ല. അവർ നൽകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സൂക്ഷിച്ചു വെക്കുകയാണ്. അള്ളാഹു കരാറ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അത് ഇരട്ടിയായി തിരിച്ചു നൽകും. വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നൽകുന്ന സക്കാത്ത് അത് അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിക്കൊണ്ട് മലക്കുകളുടെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് നമ്മളെ കാരണക്കാരാക്കുകയും ചെയ്യും. മാമി യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫാ. ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുവേ, നന്മയിൽ ചിലവഴിക്കുന്നവർക്ക് നീ അധികരിപ്പിച്ച് പകരം നൽകണമേ. ചിലവഴിക്കാതെ പിശു കാണിക്കുന്നവർക്കോ നീ അതവരുടെ സമ്പത്ത് ചുരുക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ധൃതി കാണിക്കണം, അതിൽ അമാന്തം വരുത്തരുത്. ആവശ്യക്കാർക്ക്, പ്രത്യേകിച്ചും വിശുദ്ധ റമദാനിലൊക്കെ അവരുടെ കാര്യങ്ങൾ സൗകര്യപ്പെടുത്താൻ അത് ഉപകാരപ്രദമാകും. നമ്മുടെ ഉത്തരവാദിത്വം അതോടുകൂടെ ഒഴിവാകുകയും ചെയ്യും. സമ്പത്തിൻ്റെ മേൽ സക്കാത്ത് കൊടുക്കാതെ വർഷം മറിയുന്നത് നാം ശ്രദ്ധിക്കണം. നാം അത് പിശാചിൻ്റെ ദുർബോധനത്തിന് വഴിപ്പെടലാണ്. സക്കാത്ത് പിന്തിക്കുക, അത് കൊടുക്കാതിരിക്കുക എന്നത്, അതിൽ അശ്രദ്ധ പാടില്ല. അള്ളാഹു പറയുന്നു, വല്ലദീന യക്രിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയുമൊക്കെ ചിലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന സക്കാത്ത് വിരോധികൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് താങ്കൾ സുവിശേഷം അറിയിക്കുക. ആ സക്കാത്ത് തടഞ്ഞു വെക്കൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് കാരണമായി നമുക്ക് തടയപ്പെടും. വലം യംനഉ സക്കാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്തറ മിനസ് സമാ. സക്കാത്ത് കൊടുക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴയെ തടയപ്പെടും എന്ന് നബി വചനത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ ചെറുതു കൊടുത്താൽ എൻ്റെ ബാക്കിയുള്ള വലുതിൽ അനുഗ്രഹം ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടെയാവണം നമ്മൾ കൊടുക്കേണ്ടത്. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ വഅദ്ദാ സക്കാത്ത മാലിഹി ത്വയ്യിബൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ വസമിഅ വഅതാഅ ഫലഹുൽ ജന്ന. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഈ ഹദീസിൽ. അള്ളാഹുവിനോട് പങ്കുചേർക്കാത്ത വിധത്തിൽ ഒരാൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടി അവൻ്റെ നിർബന്ധ സക്കാത്ത് സന്തോഷത്തോടുകൂടി അവൻ കൊടുത്തു വീട്ടിയിട്ടും ഉണ്ട്. അള്ളാഹു പറഞ്ഞത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്ത് അവന് സ്വർഗമുണ്ട് എന്ന് നബിവചനത്തിൽ കാണാൻ സാധിക്കും. സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമ്പാദ്യങ്ങളിലാണ് കൊടുക്കേണ്ടത്, അത് നമ്മൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടം UAE സക്കാത്ത് സ്വീകരിക്കാനും അത് വിതരണം ചെയ്യാനുമൊക്കെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഔദ്യോഗികമായ സൗകര്യങ്ങളിൽ നാം നമ്മുടെ സക്കാത്ത് നൽകുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തം വീടുകയും അത് അർഹരിലേക്ക് അവർ കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ സമ്പാദ്യങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.